2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് ചേരും. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് എന്നീ വിഷയങ്ങൾ ഉയർത്തി സഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അതേസമയം CJP സമരത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. നിരവധി വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കമല്ലേ? ഗോപിക, വർഷകാല സമ്മേളനത്തിൽ ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതിയും അതിന്മേലുള്ള ചർച്ചയും അതിനപ്പുറത്തേക്ക് മറ്റൊരു ക്രിയാത്മകമായ ചർച്ചകൾക്കും വഴിവെക്കാതെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമായിരുന്നു പാർലമെന്റിനകത്ത് ഉയർത്തിയത്. എല്ലാ ദിവസങ്ങളിലും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ ഈ CJP സമരത്തിൽ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മറുപടി പറയണം, അത്തരത്തിലൊരു വിശദീകരണം നൽകിയില്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നത്. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയിരുന്നു. ഇന്നും അതിന് സമാനമായി തന്നെ പാർലമെന്റിന് പുറത്തും അകത്തും ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം എന്നാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. CJP സമരത്തിലെ പോലീസ് നടപടി കൂടാതെ അയോധ്യ സംഭാവന ക്രമക്കേട്, ഈ 2 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനെ ഭരണപക്ഷം, പ്രത്യേകിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രതിപക്ഷം അവസരത്തിനൊത്ത് ഗോളിപ്പോസ്റ്റ് മാറ്റിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ്. ഓരോ വിഷയങ്ങൾ ഉന്നയിക്കും, അതിന്മേൽ ചർച്ച നടത്തി പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ട് സഭ തടസ്സപ്പെടുത്തുകയാണ്. ഇത് ശരിയായ രീതിയല്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർന്ന വിമർശനം. ഏതായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യ സംഭാവന ക്രമക്കേട്, ഒപ്പം CJP സമരത്തിലെ പോലീസ് നടപടി, ഇവ ഉയർത്തിക്കൊണ്ടായിരിക്കും സഭയിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം എത്തുന്നത്. ഒപ്പം ഈ CJP സമരത്തിലുണ്ടായ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. 2 തരത്തിലുള്ള ഹർജികളാണ് കോടതിക്ക് മുൻപിൽ ഉള്ളത്. ഒന്ന്, സമരക്കാർക്ക് നേരെ നടന്ന പോലീസ് നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ. മറ്റൊന്ന്, പോലീസുകാർക്ക് സുരക്ഷാ സേനയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഹർജികൾ. ഈ 2 തരത്തിലുള്ള ഹർജിയും സുപ്രീം കോടതിക്ക് മുൻപിലുണ്ട്. നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിലൊരു സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണ് എന്ന നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. കൂടാതെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, അത് ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. പക്ഷെ അത്തരം സമരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നേരിടാമെന്നും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മുൻപ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു.